നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് എന്നും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇത് പറയൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇടാത്തതെന്നു വെച്ചാൽ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ട സമയത്തെ എല്ലാവരും വന്നിട്ട് ചോദിച്ചു, ചേച്ചി ഒരു ക്യാമറാമാൻ്റെ കുറവുണ്ട്, വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ല, അങ്ങനെ കുറേ പരാതികൾ വന്നു കമൻ്റായിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ലല്ലോ. കാരണം പറഞ്ഞ് ഞാൻ ഇതിനിടയ്ക്ക് ഒരു വീഡിയോ എടുത്തു വെച്ചിരുന്നേ. ആ എടുത്തു വെച്ച വീഡിയോ ഞങ്ങൾ രണ്ടുപേരുടെ സൃഷ്ടിയായിരുന്നു, എൻ്റെയും ജോജിയുടെയും. അപ്പോൾ അതിനെന്തൊക്കെയോ കുഴപ്പങ്ങൾ വന്നിട്ട് അത് ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ലൈറ്റ് കുറവ്, HD അല്ലായിരുന്നു, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വന്നിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ഞാനും ജോജിയും തന്നെ എടുത്ത വീഡിയോ ആണ്. പക്ഷേ അത് പകലെടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിന് വെട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വീഡിയോ കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റി. അതിന് മുന്നേ ഞാൻ ഈ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട വീഡിയോ ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അത് യൂട്യൂബ് റിജക്റ്റ് ചെയ്തു. അപ്പം ഇന്ന് തൊട്ട് ഞങ്ങൾ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജെയ്സൺ ഇല്ലാതെ, ജെയ്സൺ ഇവിടെ ഇല്ല. അപ്പോൾ ജെയ്സൺ എന്നാ അവിടെ പറയണ്ടേ, ജെയ്സന് ജോലി കിട്ടിപ്പോയി. ജോലി കിട്ടിയത് കൊണ്ട് അവന് വീഡിയോ എഡിറ്റ് ചെയ്യാനോ വീഡിയോ എടുക്കാൻ നമ്മുടെ കൂടെ വരാനോ നമ്മുടെ കൂടെ ഒരു സ്ഥലത്ത് വരാനോ ഒന്നും സമയമില്ല. അപ്പം ഞങ്ങൾ തന്നെ എഡിറ്റിങ് പഠിച്ചു. ഇപ്പം ഞാൻ എഡിറ്റിങ് പഠിച്ചു, ജോജി പഠിച്ചു. അങ്ങനെ എഡിറ്റിങ് പഠിച്ച് ഞങ്ങൾ തന്നെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഒരു ഫോൺ ഉണ്ടെന്നല്ലാതെ എനിക്കിതിൽ HD ഓൺ ആക്കാൻ അറിയില്ല, ഇതിൻ്റെ ഒരു പൊസിഷനോ ഒരു കാര്യം അറിയില്ല, മൈക്ക് കൂത്താൻ അറിയില്ല, ഈ വീഡിയോ എങ്ങനെ എന്തോ ഒരു സാധനം ചെയ്യുമല്ലോ ജോജി, എന്തുവാ പ്രോസസ്സിങ് ചെയ്യാനറിയില്ല. അങ്ങനത്തെ ഒരു കുന്തം എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ വന്നിട്ട് എന്നാ പറ്റി, നമ്മൾ മടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ നോക്കും, എടുക്കുന്ന വീഡിയോ പോകും. അങ്ങനെയായി ഞങ്ങൾ മടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കലും നിർത്തി. പിന്നെ ഞാൻ നോക്കിയപ്പം അങ്ങനെ തോറ്റുപോയാൽ ശരിയാവത്തില്ലോ, തോറ്റോടാൻ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട്, തോക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്നോട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഇത് നമ്മുടെ ഒരു പുതിയ വീഡിയോയാണ്. ഇതിപ്പോൾ ജോജിക്ക് പരീക്ഷയില്ല കേട്ടോ. ജോജി പരീക്ഷയ്ക്കുള്ളതൊക്കെ പഠിച്ചിട്ടായിരുന്നിട്ട് എടുക്കുന്നത്. അല്ലാതെ ജോജിക്ക് പരീക്ഷയുണ്ട്, അതുകൊണ്ട് ജോജിയെ നമ്മൾ പരീക്ഷയുള്ള കൊച്ചിനെ വീഡിയോ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടിച്ചവൻ്റെ പഠിത്തമൊന്നും മുടക്കത്തില്ല. രാവിലെ ട്യൂഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പഠിച്ചു. അതെല്ലാം കഴിഞ്ഞ് ജോജി ഒന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റതാണ്. എന്നിട്ടാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത്. പിന്നെ വീഡിയോ എടുക്കുമ്പം നമ്മുടെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ അറിയാമോ, നമ്മളിത് പഠിച്ചോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഒരു ചെറിയ വീഡിയോ എടുക്കുവാണ്. നമ്മുടെ വൈകുന്നേരത്തെ ഒരു പരിപാടികൾ, നമ്മുടെ കാറ് കിടക്കുന്നതോടൊക്കെ ഒന്ന് തൂത്തുവാരി മുറ്റത്തൂടെ വന്ന് മുറ്റത്തൊന്ന് രണ്ട് വിശേഷങ്ങളുണ്ട്, അത് പറയാം കേട്ടോ. പ്രധാനമായിട്ടും അത് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് കുറച്ചേറെ പറയാനുണ്ട്. കുറച്ചേറെ എങ്ങനെയായാലും ഈ പെണ്ണുങ്ങളല്ലേ കലപ്പിളങ്ങനെ ബ്ലാ 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 എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അലയ്ക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ അലക്കിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ് കാര്യം. നമ്മൾ ഈ അടുത്തൊന്നും എങ്ങും പോയില്ല കേട്ടോ. ജോജിയുടെ പരീക്ഷ ഉള്ളതുകൊണ്ടേ യാത്രകളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് വീഡിയോസും ഇല്ല. നമ്മളായിട്ടിനി പരീക്ഷ എഴുതുന്നവരുടെ പരീക്ഷ മുടക്കാൻ പാടില്ല, പഠിക്കാതിരിക്കാൻ പാടില്ല. ലാസ്റ്റ് പറയൂയോ ആ അമ്മച്ചി വീഡിയോയും എടുത്ത് നടന്ന ആ കൊച്ചിനെ പഠിക്കാൻ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞാൽ പണി പാളിയില്ലേ. ജോജിയുടെ ആശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്രാവശ്യത്തെ മാർക്ക് കിട്ടുകയല്ലെന്ന് ഓർത്താ. പക്ഷെ വെറുതെ മാർക്ക് കഴിഞ്ഞ പ്രാവശ്യവും കാണിച്ചായിരുന്നു. വലിയവർക്ക് റിസൾട്ട് വന്നിട്ട് റിസൾട്ട് നോക്കാൻ ചെല്ലുമ്പം പേപ്പറും കാണിക്കും, മാർക്കും കാണിക്കും. ശരിക്കും ഉണ്ടല്ലോ, ഇവിടെ ഈ ചെമ്പരത്തി പൂത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചെമ്പരത്തി പൂ കാണാൻ നല്ല നല്ല ചുമന്ന ചെമ്പരത്തിയാണ്. അത് അപ്പുറത്തെ വീട്ടിലെയാണ്. നല്ല ചുമന്ന. ഞാൻ എണ്ണ കാച്ചാനൊക്കെ എടുത്ത് എണ്ണ കാച്ചുകയും ചെയ്യും. മുടിയിലല്ല തലയെ തേക്കാനായിട്ട് എണ്ണ കാച്ചുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ പൂ നിലത്ത് വീണിട്ട് ചീയുമ്പം ചെമ്പരത്തി വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ. അങ്ങനെ നമ്മുടെ മിറ്റം തൂര് കഴിയാറായി. അതേസമയത്ത് കുറച്ചു നേരം ഉണ്ടല്ലോ, കുറച്ച് ദിവസം ഇങ്ങനെ കിടന്ന് ഉണങ്ങിയാൽ പൊക്കോളും.
ഉണങ്ങി കരിയുമല്ലോ. ഇപ്പോഴത്തെ വെയിലത്ത് ഒരു ദിവസം തന്നെ മതി. അപ്പോൾ ഇത് വാരിക്കളയുന്നത് നമ്മളൊരു മറ്റേ തൂത്തുവാരിയില്ലേ, അതെടുത്തിട്ടാണ് വാരിക്കളയുന്നത്. ആ സാധനം എനിക്ക് മേളിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ടീച്ചറിൻ്റെ പേടുത്തുകൊണ്ട് വന്നിട്ട് ഇത് വാരിക്കളഞ്ഞ് സാധനം കാണിക്കാം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇറങ്ങിയേ. അപ്പോൾ അത് കാണിച്ചിട്ട് നമുക്ക് അടുത്ത കാര്യം പറയാം. ടങ് ടടേ എന്താ ഭംഗിയല്ലേ. പണ്ടൊക്കെ ആയിരുന്നേലേ എൻ്റെ വല്യമ്മച്ചിയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ പോയിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുമോ, അല്ലെങ്കിൽ ഒരു പശുക്കുട്ടി ഉണ്ടായോ അങ്ങനെയൊക്കെ നിൽക്കുന്നതാണ് പറ്റും. അയ്യോ എന്താ ഭംഗിയല്ലേ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഒരാട്ടും നമ്മളെ ഓടിക്കും. പക്ഷേ ഇപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നേക്കാം. എനിക്ക് പക്ഷേ ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. നമ്മുടെ ഇവിടുത്തെ മാവ് പൂത്ത് കായ്ച്ചു. അയ്യോ വാടിയതാ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മാവിൻ്റെ കായ്ഫലം എന്ന് പറഞ്ഞാൽ മാവ് കായ്ച്ചു നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു വലുതുണ്ടായിരുന്നു, അത് ടീച്ചർ കറി വെച്ചു. അത് താഴെ വീണ് പോയോ ആവോ. ചിലപ്പോൾ പിള്ളേരാരെങ്കിലും വന്ന് പറിച്ചത് കണ്ടോ, അപ്പുറത്ത് പറമ്പിലോട്ട് വരും മാങ്ങയാണ്. ഇപ്രാവശ്യം ഞങ്ങളുടെ പറമ്പിലെ ഇവിടുത്തെ മാങ്ങ പറിച്ചിട്ട് അച്ചാറിടും. പൂക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിക്കണമെന്നൊക്കെ വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ച് ഇതെല്ലാം പൊഴിഞ്ഞെങ്ങാനും പോയെങ്കിൽ പിന്നെ നാണക്കേടാവും, മാങ്ങയില്ല. പിന്നെ മാങ്ങ എന്തിയും മങ്കയെന്ന് ചോദിച്ചാൽ കാണിക്കാൻ മാങ്കോ വേണ്ടേ, ഇല്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എടുക്കാഞ്ഞത് നന്നായി. അപ്പോൾ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് പണ്ട് കാർന്നോമാർ പറയുമായിരുന്നു. വല്യമ്മ അവരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് ഇത് ഉണ്ടായി നിന്ന സമയത്ത് ഒരു കമ്പയിൽ ഇങ്ങനെ മറ്റേ ഈ കുമ്പോടത്തിനൊക്കെ അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ ഇങ്ങനെ ഒരു സൈസ് ഇങ്ങനെ ഈ ഒരു കുട പോലത്തെ ഒരു കൂമ്പാരം പോലെ ഇരിക്കുന്ന ഒരു സാധനം കൊണ്ടുവരുമല്ലോ, ആ സാധനം പോലെ ഇതിലെല്ലാം നിറയെ പൂവായിരുന്നു. ഈ മാവ് മൊത്തം പൂവായിരുന്നു. മാവ് മൊത്തം പൂവായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ ഇതെല്ലാം മാങ്ങയാവുമോ എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷേ മാമ്പൂ മൊത്തം പൊഴിഞ്ഞു പോയിട്ട് ഒരു കൊലയിൽ ഒരു മാങ്ങ, കൂടിപ്പോയാൽ 2 മാങ്ങ വെച്ചിട്ടേ മാങ്ങയുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ എന്തായാലും പിന്നെ ഇത്രയും മാങ്ങയുണ്ടല്ലോ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാങ്ങ. പിന്നെ ഈ മാവേൽ മിക്കവാറും മാങ്ങ ഉണ്ടാകും. അതുകൊണ്ട് ഇതൊക്കെ കണ്ടോ ഒരുവിധം മുഴുപ്പായി കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ച അന്നത്തെ പൂക്കൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചേ ഇതെല്ലാം കൂടെ പൂത്ത് കായ്ച്ച ഈ മാവ് ഇങ്ങനെ വെയിറ്റ് കാരണം ഇങ്ങനെ കൊമ്പ് കുത്തിപ്പോകുമല്ലോ എന്ന്. പക്ഷെ അതില്ല. പിന്നെ ഒരു എണ്ണം ഇതുണ്ടോ, ഈ മാവേൽ ഇതൊരു നീണ്ട മാങ്ങയാണ്. ഇതേലും ഒരു കുറച്ച് മാങ്ങയൊക്കെ ഉണ്ട്. ഇതെല്ലാം അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് ഉണ്ടാവും. ഇത് പക്ഷേ വലിയ ടേസ്റ്റ് ഒന്നുമില്ല, ഒരു കയ്പ്പൊക്കെയുള്ള മാങ്ങയാണ്. പഴുത്താൽ നല്ല ടേസ്റ്റ്. ടീച്ചറിൻ്റെയൊക്കെ സ്കൂളിലേ ഇന്നലെ ആനിവേഴ്സറിയുടെ പൂവാണെന്ന് തോന്നുന്നു. അല്ലേ ടീച്ചർ? ഏതാ ടീച്ചറിൻ്റെ പൂവല്ലേ? ആനിവേഴ്സറിയുടെ പൂവ്. അത് കൊള്ളാം. ഞാൻ പറയുമായിരുന്നേ മാങ്ങ ഇത് ഉണ്ടായി നിന്ന സമയത്തേ നിറയെ പൂവല്ലായിരുന്നോ, ഇങ്ങനെ കൂമ്പാരം കൂടി നിന്ന പോലെ പൂവായിരുന്നു. ഇപ്പോൾ ഒരു കൊലയിലൊരു മാക്സിമം ഒരു 2 മാങ്ങയല്ലാതെ അതിൽ കൂടുതൽ. അത് തന്നെ കിട്ടിയ ഭാഗ്യം. ഇന്നലെ നല്ല മഴക്കാറായിരുന്നു, മഴ പെയ്തു. ഇതുപോലെ മഴ പെയ്താൽ പൊഴിയുമോ എന്നാ. ഇതിനിടയ്ക്കൊന്ന് ഇത് പക്ഷേ വലിയ രസമില്ല, വലിയ ടേസ്റ്റ് ഇല്ലാത്ത മാങ്ങ. വാടിയതാണേലും റോസപ്പൂ കാണുമ്പോൾ ഒരു സുഖം. ഞാനേ ഈ കൈതച്ചക്ക ഉണ്ടായി നിൽക്കുന്ന സമയത്തേ ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാനും ജെയ്സനൂടെ. പക്ഷെ പറിക്കാനൊന്നും എടുത്തല്ല, ഇവിടുന്ന് എത്തിയാൽ പറിക്കത്തൊന്നുമില്ല. പക്ഷേ നിറയെ ഉണ്ടായി നിൽക്കും. ഒരെണ്ണം പോലും അവർ തന്നില്ല, എല്ലാം പറിച്ചിട്ട് പോയി. ഇനി നമുക്ക് അത് തിന്നവരുടെയൊക്കെ അവസ്ഥയെന്ന് പിന്നെ എന്ത് പറ്റേ. അപ്പം നമ്മൾ പണ്ട് എൻ്റെ ഒരു 10ാം ക്ലാസ് 9ാം ക്ലാസ് ആ പ്രായത്തിലൊക്കെ നമ്മളെ വീട്ടിലെ പിള്ളേർ സെറ്റാണല്ലോ മിറ്റം അടിക്കൽ. അപ്പം മിറ്റം അടിക്കുമ്പോഴത്തെ ഏറ്റവും വലിയ അടി എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തോട്ടിൽ നിന്ന് അമ്മച്ചി ചരൽ വാരി മിറ്റം മുഴുവൻ ചരലിടും. അപ്പോൾ ആ ചരലേ വീഴുന്ന ഇലയൊന്നും
റബ്ബറുണ്ട്, ഞങ്ങളുടെ അവിടെ എല്ലാം റബ്ബറാണ് കാഞ്ഞിരപ്പള്ളി. അപ്പോൾ ആ ചരലേന്ന് ഈ കരിയില വാരി കളയുന്നത് ഒരു ടാസ്ക്കാണ്. ഇങ്ങനെയൊന്നും വാരി കളയാൻ പാടില്ല. ഇതിപ്പം ഞങ്ങളിങ്ങനെ കോരി ഇങ്ങോട്ട് കളയും. പക്ഷേ അന്ന് എന്നാന്ന് ചോദിച്ചാൽ ഇടഞ്ഞ് വാരി കളയണം, ഒരു ചരല് പോവാൻ പാടില്ല. ഇതൊക്കെയായിരുന്നു അമ്മച്ചിയുടെ ഡിമാൻഡ്. ഞാനും അമ്മച്ചി എന്നും അടിയായിരുന്നു. അങ്ങനെ നമ്മൾ തൂത്തുവാരിച്ച ഫ്രണ്ട് വശമെല്ലാം ടീച്ചർ തൂത്തുവാരി. അങ്ങനെ വലിയ തൂക്കാനൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടി വയ്ക്കാനും എന്തെങ്കിലുമൊക്കെ നടാനും. കുറേ സാധനങ്ങൾ ഇങ്ങനെ നടുന്നത് ഒക്കെ. നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ വീട്ടിൽ ഞാൻ പയറൊക്കെ നട്ട്, മുരിങ്ങ നട്ടു, വാഴ നട്ടു, പേര നട്ടു. നമ്മൾ നട്ട പേരയിലൊക്കെ ഇപ്പം പേരയ്ക്ക ഉണ്ടായി തുടങ്ങി, ആൾക്കാർ പറിച്ചു തുടങ്ങി. എനിക്ക് അങ്ങനെയൊക്കെ നടാൻ ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വീട് നോക്കിയിരിക്കുന്നു. അപ്പോൾ ഉടനെ കിട്ടുമായിരിക്കും. ഏതെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ നമ്മളവിടെ ഇതെല്ലാം നട്ട് വെക്കുന്നതായിരിക്കും. ഭയങ്കര നട്ട് വെച്ചിട്ട് നമ്മൾ നട്ടതേത്ത് നിന്ന് പറിച്ച് കറിയൊക്കെ വെക്കണം. അതൊക്കെ ഭയങ്കര ഒരു സുഖമുള്ള അനുഭവമാണ്. അത്രേ ആ ഓസ് വളഞ്ഞു കിടക്കുന്നിടം വരെ ഉള്ളൂ. പക്ഷേ ഇതാ എനിക്ക് ഇവിടെ തന്നെ എവിടെയെങ്കിലും ഇവിടെ തന്നെ വീട് മേടിക്കണം, ഇവിടെ തന്നെ സ്ഥലം മേടിക്കണം. അപ്പം വെള്ളത്തിന് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ വേനലാകുമ്പോഴത്തേനും പറ്റുമോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കണം. ഞങ്ങളുടെ പക്ഷെ അത് കുഴപ്പമില്ല, നല്ല വെള്ളം. ഇന്നിനി നടക്കാൻ പോക്ക് നടക്കത്തില്ല. ഇതുണ്ടോ മഴക്കാറ് കയറി വരുന്നുണ്ടോ? മഴക്കാർ ഇന്നലെ ഇതുപോലെ വൈകുന്നേരം കാറ്റൊക്കെ വീശി നല്ല മഴക്കാറൊക്കെ കയറി വന്നു. പക്ഷെ നന്നായിട്ടൊരു മഴ പെയ്തു കേട്ടോ. നല്ല നനഞ്ഞ് ഇവിടെ എല്ലാം നല്ല തണുത്തായിരുന്നു. ആ സമയത്ത് വെളിയിലിറങ്ങി ഞങ്ങൾ മേളിൽ ബാൽക്കണിയിൽ പോയിട്ട് ഒരു ഫാനും എടുത്ത് വെച്ചിട്ടിരുന്നു. എന്ത് സുഖവും എന്ത് തണുപ്പായിരുന്നു. പകലെല്ലാം ഇരുന്ന് നമ്മളങ്ങ് വേഗമാണ്. ഇപ്പം കണ്ടോ, അപ്പം മഴ തൂളുന്നുണ്ട്. എനിക്ക് ആദ്യത്തെ മഴ പെയ്യുമ്പോൾ അത് വീഡിയോ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ആദ്യത്തെ മഴ പെയ്യുമ്പം കഴിഞ്ഞ വർഷം ഇവിടെ മഴ പെയ്തപ്പം ആലിപ്പഴം വീണിട്ട് മുറ്റം മുഴുവൻ ആലിപ്പഴം വീഴും. അപ്പം ഞാൻ ഇറങ്ങി പെറുക്കി. അപ്പം ജെയ്സന് നനഞ്ഞ് നടക്കുന്ന വീഡിയോ എടുക്കാൻ മടിയിലായിട്ട് ജെയ്സൺ വീഡിയോ എടുത്തു. പക്ഷേ അത് ഇട്ടില്ല അവൻ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിറയെ ആലിപ്പഴം വീണുമായിരുന്നു. ഐസ് കട്ട കുനുകുനാന്ന്. ടീച്ചറിൻ്റെ അച്ഛനും അമ്മയും കുറേ പേരുണ്ടായിരുന്നു ഇവിടെ. പക്ഷേ അത് ഇടാൻ പറ്റിയില്ല വീഡിയോ. ഇപ്രാവശ്യം എന്തായാലും മഴ പെയ്യുമ്പം ആലിപ്പഴം വീണാൽ നമ്മൾ ആലിപ്പഴം വീഴുന്ന വീഡിയോ എടുക്കും. ഇതുണ്ടോ, ഇന്ന് മിക്കവാറും മഴ പെയ്യും. ഇന്നലെ പെയ്തായിരുന്നു, അതുകൊണ്ട് ഇന്ന് ആലിപ്പഴം ഒന്നും വീഴത്തില്ല. ഇന്ന് പക്ഷേ കാറ്റ് വീശുന്നേ ഇല്ല. മറ്റേ ഇവിടെ നിന്നാൽ നല്ല കാറ്റൊക്കെ വീശി നല്ല സുഖമായിരുന്നു ഇവിടെ നിൽക്കാൻ. ഇവിടെ ഉണ്ടോ പഞ്ചായത്തുകാർ കുളം പണിയാനായിട്ട് തെളിച്ചിട്ടേക്കുന്നു. പിള്ളേർ വന്ന് തെളിച്ചിട്ടു. അതിനകത്തെ മീനെ പിടിക്കാനായിട്ട് നല്ല ഒരുപാട് വലിയ മീനുണ്ടെന്നാണ് പറയുന്നത്. കൊണ്ടോ ഞാൻ കാണിക്കാം, അത് സൂം ചെയ്ത് കാണിക്കാം. വേണ്ടോ, ഇത് ഈ പഞ്ചായത്തുകാർ ഇവിടെ ഒരു വലിയ സ്വിമ്മിങ് പൂള് പോലത്തെ വലിയ കുളം ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ അതിനിവിടെ തെളിച്ചിട്ടാണ്. കഴിഞ്ഞ വർഷം തെളിച്ചിട്ട് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ അവിടെ കണ്ടു ഒരു പച്ച നെറ്റ് കിടക്കുന്നേ. അവിടെ ഒരു ഷെഡ് പോലെയൊക്കെ ഉണ്ടാക്കി, പണിക്കാർക്ക് ഇരിക്കാനെല്ലാം ഉണ്ടാക്കി. കുളം ഇത് പണ്ട് ഇവിടെയൊക്കെ ആൾക്കാർ കുളിച്ചുകൊണ്ടിരുന്ന നല്ലൊരു കുളമായിരുന്നു. അതിൻ്റെ ഈ കുളത്തിൻ്റെ പടിക്കെട്ടൊക്കെയാണ് ആ കാണുന്ന മരം നിൽക്കുന്ന സ്ഥലത്തൊക്കെ. അപ്പോൾ അത് പണ്ടിവിടെ എല്ലാവരും കുളിച്ചുകൊണ്ടും ഒക്കെ ഉണ്ടിരുന്നത്. അപ്പോൾ അത് നന്നാക്കി എടുക്കാനായിട്ട് പഞ്ചായത്തിൽ നിന്നെല്ലാം സാങ്ഷനായി കിടക്കുന്നതാണ്. കഴിഞ്ഞ വർഷം അത് ചെയ്തു വന്ന സമയത്ത് മഴ പെയ്തു, പിന്നെ ചെയ്ത് നടന്നില്ല. ഈ വർഷം അത് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതിനകത്തെ മീനെ പിടിക്കാനായിട്ട് പിള്ളേർ ഇന്നലെ അതെല്ലാം തെളിച്ച് നല്ല വൃത്തിയാക്കിയിട്ടേക്കുന്നു. വലിയ വാളയൊക്കെ കിട്ടുമായിരിക്കും. ടീച്ചറിൻ്റെ കപ്പളമാണ്. നമ്മുടെ അവിടെ ഒരു റെഡ് ലേഡിയുടെ കപ്പളം ഉണ്ടായിരുന്നു. അത് ഒരുപാട് പൊങ്ങിപ്പോയി. നമുക്ക് ആ കപ്പളങ്ങ പറിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പൊങ്ങിയിട്ട്. അപ്പോൾ ടീച്ചർ വിചാരിച്ച് ഇവിടെ ഉണ്ടായല്ലോ അത് പറിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇതുവരെ ഒരു കപ്പളങ്ങ പോലും ഉണ്ടായിട്ടില്ല. ഇത് മച്ചിക്കപ്പളമാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടുത്തെ ചൂടിൻ്റെ അവസ്ഥ കൊണ്ട് അതുകൊണ്ടോ ഇതെല്ലാം വാടി നിൽക്കുന്നുണ്ടോ. എന്നും വൈകുന്നേരം ഇവിടെ ഇരിക്കുമ്പോൾ നല്ല കാറ്റുള്ളതാണ്. അപ്പോൾ കയറിപ്പോയി ഒരു ഫാനിൻ്റെ ചോട്ടി ഇരുന്നില്ലെങ്കിൽ നമ്മളിവിടെ തീരുന്ന അവസ്ഥയിലായി. അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്.
ഇനി മുതൽ നമ്മൾ ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് മുടങ്ങാതെ വീഡിയോ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ വെറുതെ ഇങ്ങനെ വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പരീക്ഷ കഴിഞ്ഞിട്ട് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വീഡിയോകളും എടുത്തിടാം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരു ലൈക്ക് തരണം, ഷെയർ ചെയ്യണം, പിന്നെ നല്ലൊരു കമൻറ്റ് തരണം, പിന്നെന്തുവാ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടാറ്റാ. അപ്പോൾ നമുക്കേ എടാ ഈ ടാറ്റ പറയുമ്പോഴേ എനിക്ക് മറ്റേ ദീപ്തി സീതത്തോടിൻ്റെ സബ്സ്ക്രൈബറാണ് ഞാൻ. അപ്പോൾ അവരുടെ ചാനൽ എപ്പോഴും കാണുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്ക് ഈ ടാറ്റ പറയുമ്പോൾ അപ്പം ടാറ്റ എന്നൊരു ഇത് വരും എനിക്ക്. അതെന്നെ അങ്ങനെ വരുന്നതെന്നറിയില്ല, അത് കണ്ടാണെന്ന് തോന്നുന്നു. അപ്പം ടാറ്റ. നമുക്ക് ഷോർട്ട് ഫോം ഇടാം.